കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെയുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഉള്ളത് കൊല്ലത്തുള്ള നമ്മുടെ ആശ്രമം മൈതാനയിലാണ് ഗൈസ്. ഇവിടെ മറൈൻ വേൾഡും ദ ഓക്ഷനും ചേർന്ന് അണിയിച്ചൊരുക്കുന്ന ഒരു എക്സ്പോ കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ സമയം 4 മണിയായതേ ഉള്ളൂ. ഇപ്പോൾ തന്നെ നല്ല തിരക്കുണ്ട്. പാർക്കിങ്ങിനൊക്കെ തന്നെ ഒരുപാട് ഗ്രൗണ്ട്, ഒരുപാട് സ്ഥലമുള്ളതാണ്. ഇപ്പോൾ തന്നെ ഫുൾ വണ്ടികൾ വന്നിട്ടിരിക്കുന്നു. ആ ജെയിൻറ്റ് വീലൊക്കെ ഇറങ്ങുന്ന കണ്ടിട്ട് തോന്നുന്നു ഒരു അടാർ ഐറ്റം തന്നെയാണെന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് പോയി നോക്കാം. ഇത് ഓഗസ്റ്റ് 16 ഗൈസ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഇത് ഇന്ത്യയിലെ ആദ്യം തന്നെയാണ് റോബോട്ടിക് എക്സ്പോ ആണ്. ഇത് 150 റുപ്പീസാണ് ഇവിടെ ഇതിന് ടിക്കറ്റ് ചാർജ് ആയിട്ട് വരുന്നത്. സാധാരണ ഫെസ്റ്റിനേക്കാൾ റേറ്റ് കുറച്ച് കൂടുതലാണെങ്കിൽ നമുക്കിത് മുതലാവൂ എന്നുള്ളത് നമുക്ക് അകത്ത് പോയി നോക്കാം. ഇവിടെ നമ്മൾ കുറേ സ്റ്റെപ്പുകളുണ്ട്. നമ്മൾ സ്റ്റെപ്പുകൾ ഇറങ്ങി അകത്തോട്ട് കയറുകയാണ്. നമുക്ക് അകത്ത് എന്തൊക്കെ വിസ്മയ കാഴ്ചകളാണ് ഇവർ നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത്, നമുക്ക് നോക്കാം. ഹലോ ഗൈസ്, ടിക്കറ്റ് എടുത്ത് അകത്ത് കയറുമ്പോൾ തന്നെ നമ്മൾ അമ്പരന്ന് പോകുന്ന വിധത്തിലുള്ള അടാർ ഫീലിംഗ് ആണ് ഗൈസ്. പക്ഷികളൊക്കെ പാറി പറന്ന് നടക്കുന്നു. സാധാരണ എക്സ്പോയിലാണെങ്കിൽ പക്ഷികളെ കൂട്ടിലടച്ചിടുകയാണ് പതിവെങ്കിൽ ഇവിടെ ഫ്രീ ആയിട്ട് വിട്ടിരിക്കുകയാണ്. ഫ്രീ ആയിട്ട് കണ്ട ബേഡ്സുകളൊക്കെ നമ്മുടെ തലയ്ക്ക് മുകളിൽ കൂടെ പാറി പറന്ന് കണ്ട് നടക്കുന്നു. ഇവിടെ ഫോട്ടോ എടുക്കാനുള്ള ഒരു 1-2 ഫോട്ടോ പോയിന്റുകളുണ്ട്. ഞാനും അമ്മൻ്റെ മോളും തക്കുറും കൂടെ ചേർന്ന് ഫോട്ടോ എടുക്കാനായിട്ട് നമ്മുടെ പണ്ടത്തെ രാജാക്കന്മാരുടെ രഥം അതിൽ കയറിയിരുന്ന് നമ്മളിവിടെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയാണ്. ഇവിടെ എല്ലാവരും ഫോട്ടോ എടുക്കാനുള്ള തിരക്കാണ്. 1-2 വേറൊരു രഥം വേറെ ഉണ്ട്. ഇത് വേറൊരു രഥമുണ്ട്. അവിടെ വൈഫിൻ്റെ അടുത്ത് കയറാൻ പറഞ്ഞിട്ട് അവൾക്ക് പേടി. അവൾ കയറി രഥം തലകീഴായി ചരിയുമെന്ന് നമുക്ക് പേടി. അങ്ങനെ അവൾക്ക് കയറാൻ വയ്യ. അങ്ങനെ ചേട്ടൻ കയറി ചേട്ടാന്ന് പറഞ്ഞ് അവൾ വേളാണ്ട് ഇതൊരു വേറെ ഒരു വാട്ടർഫോൾ പോലുള്ള ഒരു സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാം. ഹലോ ഗൈസ്, അടുത്തതായി നമ്മൾ കാണുന്നത് റോബോട്ടിക് എക്സിബിഷൻ ഹാളാണ്. ഇത് റോബോട്ടിക്കുകളുടെ ഒരു മായ ലോകം തന്നെയാണെന്ന് പറയാം. നമുക്കിവിടെ വലുതും ചെറുതുമായുള്ള ഒരുപാട് റോബോട്ടിക്സുകളെ കാണാം. ആ റോബോട്ടിക്സ് എല്ലാവരുടെയും ഇവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. കുട്ടികൾക്കും മുതിർന്നവർക്കും അത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് ഗായ്സ് ഇത്. ഹലോ ഗൈസ്, കണ്ട അമ്മക്കൂടെ ഒരു കുഞ്ഞു റോബോട്ട് നിന്ന് എക്സർസൈസ് ചെയ്യുന്നത് കാണാം. ഭയങ്കര എക്സർസൈസിലാണ് പുള്ളിക്കാരൻ. റോബോട്ടുകൾ ചെയ്യുന്നതൊക്കെ വലിയ കാര്യങ്ങളാണ്. കുഞ്ഞു റോബോട്ട്സുകളാണെങ്കിൽ കണ്ട പുഷപ്പ് ചെയ്യുന്നത് കാണാം ഗൈസ്. നമുക്ക് കണ്ട ഒറ്റ കൈയിൽ പുഷപ്പ് ചെയ്യുന്നു, ഒറ്റ കൈയിൽ. അടിപൊളി. ഈ കാണിച്ചേക്കുന്ന ആമസോണിൽ പാക്കേജ് ഓർഡർ ചെയ്യുന്ന ആൾക്കാരായിരിക്കുമല്ലോ. അതുപോലെ അതിൻ്റെ ഒരു വെയർ ഹൗസിൽ നടക്കുന്ന ഒരു മെക്കാനിസം കാണിച്ചേക്കുക. വെയർ ഹൗസിൽ നിന്ന് പാക്കേജ് എടുത്ത് അവിടെ കൊണ്ടുപോകാം. കൺവെയർ വഴി കൂടി അവിടെ ചെല്ലുമ്പോഴത്തേക്ക് സോർട്ട് ചെയ്യേണ്ട പോലെ വെച്ചു. ഇപ്പോൾ സൈസ് അനുസരിച്ചോ കളർ അനുസരിച്ചോ നമുക്ക് സോർട്ട് ചെയ്ത് മാറ്റി വയ്ക്കാൻ പറ്റും അവിടെ. അപ്പം കളർ അനുസരിച്ച് സോർട്ട് ചെയ്തിട്ട് ഒരു മെക്കാനിസം ഇവിടെ കാണിച്ചേക്കുന്നത്. ഈ ഇത് 3 റോബോട്ടിക് ആമാണ്. റോബോട്ടിക് ആമിന്റെ എൻഡ് എഫക്ടർ എന്ന് പറഞ്ഞൊരു പാർട്ടുണ്ട്. പാർട്ട് മാറ്റി നമ്മൾ എന്ത് പാർട്ടാണോ ഘടിപ്പിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് ഇതിന്റെ പ്രോഗ്രാമിംഗ് നമ്മൾ ചെയ്തേക്കുന്നത്. നമ്മളിവിടെ ഒരു പെൻ കൊടുത്തേക്കുക. പെൻ കൊടുത്ത സ്ഥിതിക്ക് ഇതിനെ കൊണ്ട് നമുക്ക് എഴുതിപ്പിക്കാം, പടം വരപ്പിക്കാം. ഇവൻ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് പോലും ഇതിന് കോപ്പി ചെയ്യാൻ പറ്റും. നമ്മൾ പോർട്രേറ്റ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ വരച്ച് തരും. ഇപ്പോൾ നമ്മൾ റാൻഡമായിട്ട് ആൾക്കാർ വരുന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പേര് എഴുതി കൊടുത്ത് കാണിച്ചു കൊടുക്കും. സെയിം റോബോട്ടിക് ആമിൻ്റെ ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ് ആണ്
മുകേഷ്. MUKESH. അതെ. നമ്മൾ ആൻഡ്രോയിഡ് കൊടുക്കുന്നതുകൊണ്ടാണ് ഈ ഫോൺ. നമുക്ക് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് പോലും ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഹാൻഡ് റൈറ്റിംഗ് കോപ്പി ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോണ്ട് മാറ്റാം, ലാംഗ്വേജ് മാറ്റാം, അതൊന്നും ഇതിന് ബാധകമല്ല. നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. നമ്മൾ റാൻഡം കുറച്ച് PNG ഇമേജസ് കൊടുത്താണ് ഈ വരച്ചേക്കുന്നത് പോലെ. ഇതെന്തോടെ സംഭവം? എങ്ങനെ ഹലോ ഗൈസ്, അടുത്ത് നമ്മൾ പോകുന്നത് കടലിനടിയിലുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ്. ഇവിടെ നമുക്കൊരു സ്കൂബ ഡൈവേഴ്സിനെ കാണാം. ഒരു കടലിനടിയിൽ 2 ഓക്സിജൻ ടാങ്കുമായി വെച്ച് ഡൈവ് ചെയ്യുന്ന ഒരു സ്കൂബ ഡൈവേഴ്സ് ഉണ്ട്. അവിടെ കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. കുട്ടികളുമായിട്ട് കൈ കൊടുക്കുന്നു, ഫ്ലൈയിങ് കിസ് കൊടുക്കുന്നു. കുട്ടികൾക്കൊക്കെയാണെങ്കിൽ നല്ല രീതിയിൽ ഇഷ്ടപ്പെടും ഗായ്സ്. ഇത് അവർക്കൊരു പ്രത്യേക ഒരു അനുഭവമായിരിക്കും ഇത്. കുട്ടികളുമായിട്ട് നമ്മുടെ കൈ അങ്ങോട്ട് വെച്ച് കളിക്കുകയാണ്. നല്ല രസമുണ്ട്. ഇതാണ് ഗൈസ് നമ്മൾ കഥകളിലൊക്കെ കേട്ടിട്ടുള്ള കടലിനകത്തുള്ള അടിയിൽ തട്ടിലുള്ള മത്സ്യകന്യമാരുടെ കൊട്ടാരി. വിട്ട് നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാം. നല്ലൊരു വൈബാണ് ഇവിടെ. ഹലോ ഗൈസ്, ഇനിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ചിരുന്ന മർമെയ്ഡ് ഷോ ഉള്ളത്. ഇവിടുത്തെ പ്രധാന ആകർഷണമാണ് ഈ മത്സ്യകന്യക. കടലിനടിയിലുള്ള മത്സ്യകന്യക വരെ നമുക്ക് നേരിട്ട് കാണാം. എനിക്ക് തോന്നുന്നത് കൊല്ലത്ത് ആദ്യമായിട്ടാണ് മെർമെയ്ഡ് ഷോ ഇവിടെ നടക്കുന്നത്. കൊല്ലംകാരും കണ്ടിട്ടില്ല ഈ മെർമെയ്ഡ് ഷോ കാണണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. സുന്ദരിമാരായ മത്സ്യകന്യകമാർ നീന്തി കുടിക്കുന്നത് നമുക്ക് നേരിട്ട് കാണാം. നീന്തി തുടിച്ച് നടക്കുന്നത് നേരിട്ട് കാണാം. ഹലോ ഗൈസ്, അടുത്തതാണ് നമ്മൾ കാണേണ്ട കാഴ്ച. നമ്മൾ കടലിനടിയിലൂടെയാണ് ഗൈസ് നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത്. വെറൈറ്റി ഒരുപാട് നമ്മൾ ഇതുവരെ കണ്ടിട്ടല്ല. അക്വാറിയം ഫിഷസിനേക്കാൾ കൂടുതലാണ് കടൽ മത്സ്യങ്ങളാണ് ഇവിടെ കൂടുതലുള്ളത്. കടൽ മത്സ്യങ്ങൾ പലതും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരുപാടിനം കടൽ മത്സ്യങ്ങളാണ് ഗായ്സ് ഇവിടെ ഉള്ളത്. പലതിൻ്റെയും പേര് പോലും നമ്മൾക്കറിയില്ല. ഇത് ഒരുപാട് വെറൈറ്റി ഫിഷസ് ഒരുപാടുണ്ട്. ഹലോ ഗൈസ്, നമുക്ക് കണ്ട പറക്കുന്ന മീനുകളെ കണ്ടിട്ടുണ്ടോ ഗൈസ്? പറക്കുന്ന മീനുകളാണിത്. നമുക്ക് ഈ അണ്ടർ വാട്ടറിൻ്റെ ടണൽ അക്വാറിയത്തിലൂടെ നടക്കുമ്പോൾ നമുക്കൊരു കടലിന് അടിയിൽ കൂടെ നടക്കുന്ന എന്തൊരു ഫീലിംഗാണ്, ഒരു അടാറ് ഫീലിംഗാണ് ഗൈസ്. നമുക്കിതൊന്ന് അനുഭവിച്ചറിയേണ്ടുള്ളത് തന്നെയാണ്. കുട്ടികൾക്കൊക്കെ നല്ല പൊതുപോലെ ഒരുപാട് ഇഷ്ടപ്പെടും. ഒരുപാട് മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാം ഒരു പ്രത്യേക ഒരു അടാറ് ഫീലിങ്സാണ് ഗൈസ്. എടാ മോനെ, അടാറ് ഫീലിങ്സ്. ഇതൊക്കെ നമ്മൾ വന്ന് കണ്ട് അനുഭവിച്ച് തന്നെ അറിയണം ഗൈസ്. വന്ന് കണ്ട് അനുഭവിച്ച് തന്നെ അറിയണം. അതുകൊണ്ട് കടലിനടിയിലുള്ള ഒരുപാട് വെറൈറ്റി ഫിഷസ് ഇവിടെ അവൈലബിൾ ആണ്. അടുത്തതായിട്ട് ഇതാണ് മോനെ അടാറായിട്ട് ഇതൊരു കാണേണ്ട കാഴ്ചകൾ തന്നെയാണ്. ഇതിനകത്തൊരു 3 പൂച്ച കുഞ്ഞുങ്ങൾ ഒളിച്ചിരിപ്പുണ്ട്. ഇതിങ്ങനെ കണ്ടിട്ടുണ്ട്. ഇത് അവർ അതേപോലെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ അക്വാറിയത്തിൻ്റെ സെൻട്രലായിട്ട് 3 പൂച്ച കുഞ്ഞുങ്ങളെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കിണ്ടുവാണ്. ഇവിടെ ഫോട്ടോസൊക്കെ എടുക്കാം.
താരൻ മാറാനുള്ള മരുന്നുകൾ ഇവിടെ അവൈലബിൾ ആണ്. 3 ദിവസം കൊണ്ട് താരൻ മാറും എന്നാണ് അവർ പറയുന്നത്. ഇമ്പോർട്ടഡ് വാച്ചസ്, പലതര വാച്ചുകളുടെ ഒരുപാട് വെറൈറ്റി കുട്ടികൾക്കായാലും ഒരുപാട് വാച്ചസ്, നാമത്തെ വാച്ചുകളുടെ ബാഗുകളുടെ ഒരുപാട് വാച്ചുകളുണ്ട്. ടൈപ്പ് അങ്ങനെ ഇവിടെ എല്ലാം ഇങ്ങനെ ചേച്ചി ചമ്മന്തിപ്പൊടി കഴിച്ചു നോക്കിയാലോ? അതാണ്ട് നമ്മുടെ ഇഷ്ടപ്പെട്ട നമ്മുടെ പെറ്റ്സിൻ്റെ കൂടെ ഇന്നൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. വെറും 50 രൂപയുള്ളൂ. ഇവിടെ നിന്നൊക്കെ നമ്മൾ ഫോട്ടോസ് എടുക്കാം. പാമ്പുകൾ അണ്ണാനൊക്കെ നേരത്തെ വെച്ച് പോയിട്ടില്ല. വാ ബ്രോ, 50 രൂപയുണ്ട്. വാ നേരത്തെ വെച്ച് ഫോട്ടോ എടുക്കാം. വാ. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ ലാസ്റ്റ് ചെല്ലുന്നത് അതിവിശാലമായ ഐസ്ക്രീം സ്റ്റാളുകൾ ഒരുപാടുണ്ട്. അതിൻ്റെ വിശാലമായ ഫുഡ് കോർട്ടിലേക്കാണ്. എല്ലാവിധ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് നല്ലൊരു ഡൈനിങ് ഏരിയ ഉണ്ട്. ഒരുപാട് പേർക്ക് ഇരുന്ന് കഴിക്കാം. നല്ലൊരു ഡൈനിങ് സ്ഥലം തന്നെ ഇവിടെ ഉണ്ട്. എല്ലാവരും കരിമ്പിൻ ജ്യൂസ്, ഒരുപാട് വെറൈറ്റി ജ്യൂസുകൾ. നമ്മൾ കരിമ്പിൻ ജ്യൂസ് കുടിച്ച് കപ്പ, മീൻകറി. ഇവിടുത്തെ കപ്പയും മീൻകറി സൂപ്പറാണ്, അടിപൊളിയാണ്. ബിരിയാണി, റൈസ്, ചിക്കൻ ഫ്രൈ, ബജി, എല്ലാ ഐറ്റവും ഉണ്ട്. നമ്മുടെ കുടുംബശ്രീക്കാർ നടത്തുന്നതാണ്. ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് ഇത്. കൊത്തു പൊറോട്ട, എല്ലാ ഐറ്റവും, സോഡ, ചായ, ബജി, എല്ലാം പുറത്തോട്ടുള്ള അതിവിശാലമായ ഫാമിലി ഗെയിംസ്, ഒരുപാട് ഗെയിം ആക്ടിവിറ്റീസ് ഒരുപാടുണ്ട്. എല്ലാം 50 രൂപയാണ് ഫാമിലി ഗെയിംസ്. ഫാമിലിയായിട്ട് വന്ന് നമ്മൾ ഇവിടെ എൻജോയ്മെൻറ്റാണ്. പറ്റിയൊരു കുതിര സവാരി ഉണ്ടാകുന്നുണ്ട്, പായസമേളയുണ്ട്, ഒരുപാട് ആക്ടിവിറ്റീസ്, ഒരുപാട് തരം ആക്ടിവിറ്റീസ്. പിന്നീട് പുറത്തോട്ടുള്ള റൈഡുകൾ, ഒരുപാട് തരം റൈഡുകളുണ്ട്. ചെടികൾ അവൈലബിൾ ആയിട്ടാണ്. മരണക്കിണർ വരെ ഇവിടെ ഉണ്ട്. കുട്ടികൾക്ക് അടിപൊളിയായിട്ട് കുട്ടികൾക്ക് ഇഷ്ടംപോലെ റൈഡുകൾ ഇവിടെ അവൈലബിൾ ആണ്. ചെറിയ കുട്ടികൾക്കുള്ളത്, മുതിർന്നവർക്കുള്ളത്. ഇവിടെ ഡ്രാഗൺ ട്രെയിൻ ഉണ്ട്. നിങ്ങൾ ഫാമിലിയായിട്ട് വന്നാൽ അടിപൊളിയായിട്ട് നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെടും. ജൈൻറ്റ് വീലൊക്കെ, ആമിക്കുട്ടിക്ക് ജൈൻറ്റ് വീലിൽ കയറണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജൈൻറ്റ് വീലിലേക്ക് കയറി. ഓക്കെ, ബൈ, സി യു, ടാറ്റാ.